തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയകൾ മുടങ്ങി. ഉപകരണ പ്രതിസന്ധിയെ തുടർന്ന് യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങിയത്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയാ ഉപകരണമില്ല. ഉപകരണം ചെന്നൈയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായി അധികൃതർ അറിയിച്ചു. സ്വാന്തന സജു വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. സ്വാന്തന സജു, നേരത്തെ നമ്മൾ പ്രതിസന്ധിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇതിപ്പോൾ ശസ്ത്രക്രിയ നടക്കില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഉപകരണം എത്തുമോ ചെന്നൈയിൽ നിന്ന്? സുജയ, നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചതാണ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉപകരണക്ഷാമം വളരെ വലിയ രീതിയിലുണ്ട്. അത് വളരെ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചതാണ്. അതിനിടെയാണ് ഇപ്പോൾ യൂറോളജി വിഭാഗത്തിൽ ഒരു ഉപകരണമില്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. നേരത്തെ തന്നെ യൂറോളജി വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള ഉപകരണത്തിന്റെ കുറവുകളുണ്ട്, വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഈ വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെ ഉണ്ടായ വലിയ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അവിടെ സർജറി മുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. വൃക്കയിലെ കല്ല് നീക്കുന്ന ഒരു ഉപകരണമാണ് സുജയ ഇല്ലാത്തത്. ഫ്ലെക്സിബിൾ യൂറോസ്കോപ്പ് എന്നാണ് ഉപകരണത്തിന്റെ പേര്. അത് വൃക്കയിലെയും വൃക്കയുടെ അടുത്തായിട്ടൊക്കെ ഉള്ള കല്ലുകൾ നീക്കം ചെയ്യുന്ന ഉപകരണമാണ്. ഈ ഉപകരണമാണ് ഇല്ലാത്തത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഉപകരണം ഇല്ല എന്നുള്ളതാണ് സുജയ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ ഉപകരണമില്ല. അതിനുശേഷവും പിന്നീട് സർജറി നടന്നിട്ടുണ്ട്. പക്ഷേ അത് ആളുകളിൽ നിന്നും പണം പിരിച്ച ശേഷമായിരുന്നു ഈ ഉപകരണം വാങ്ങി സർജറി നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഉപകരണത്തിന് ഏതാണ്ട് 56,000 മുതൽ 60,000 രൂപ വരെ വിലയുണ്ട്. ഒരു ഉപകരണം ഉപയോഗിച്ച് ഏതാണ്ട് 12 പേർക്ക് വരെ ശസ്ത്രക്രിയ നടത്താം. ഇപ്പോൾ സർക്കാർ ആശുപത്രി അല്ലാത്ത സാധാരണ മറ്റ് ആശുപത്രികളിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഉപകരണം ഒരാൾക്കൊക്കെ അല്ലെങ്കിൽ 2 പേർക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 12 പേർക്ക് ഈ ഉപകരണം ഉപയോഗിക്കാറുണ്ട്. ഇനി വലിയ കല്ലൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 8 പേർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം കൂടിയാണ് ഇത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പണം പിരിച്ച ഉപകരണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയതിന് പിന്നാലെ അങ്ങനെ പണം പിരിച്ച ഉപകരണം വാങ്ങേണ്ടതില്ല, അത് ഒരു തരത്തിലും വാങ്ങാൻ അനുവദിക്കുകയില്ല എന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പണം പിരിച്ച രോഗികളിൽ നിന്ന് പണം പിരിച്ച ഉപകരണം വാങ്ങുന്നത് നിർത്തലാക്കിയത്. ഇപ്പോൾ എന്തായാലും ഉപകരണം ആശുപത്രിയിലില്ല, ശസ്ത്രക്രിയകൾ മുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ് സുജയ പുറത്തു വരുന്നത്. ഇന്നലെ ഒരു സർജറി മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നൽകുന്നില്ല എന്നുള്ളതാണ്. ഇന്നും ശസ്ത്രക്രിയകൾ നടക്കേണ്ടതാണ്. ഇന്നും യൂറോളജി OP ഉള്ള ദിവസമാണ്. പക്ഷേ ഇന്നും ശസ്ത്രക്രിയകൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. നമ്മൾ പ്രിൻസിപ്പലിനോട് ബന്ധപ്പെടുമ്പോൾ ഇന്ന് തന്നെ ഈ ഉപകരണം എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ് സുജയ ഈ ഉപകരണം എത്തിക്കുന്നത്. പരമാവധി ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയും എന്നുള്ള ശ്രമത്തിലാണ്. ഇന്നിപ്പോൾ എത്തിച്ചില്ല എങ്കിൽ വീണ്ടും നാളെയും സർജറി മുടങ്ങുമെന്നുള്ളതാണ്. പക്ഷേ സുജയ, എത്ര പേർക്ക് ഈ സർജറി മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അക്കാര്യം ഇപ്പോഴും ആരോഗ്യവകുപ്പോ ആശുപത്രി അധികൃതരോ വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സുജയ. അത് നമ്മുടേതായ രീതിയിൽ കൂടി ഒന്ന് അന്വേഷിക്കൂ. എത്ര ശസ്ത്രക്രിയകൾ നടന്നു, രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം ആ വിവരങ്ങളൊക്കെ നൽകുമല്ലോ. താങ്ക് യു സ്വാന്തന സജു.